നമസ്തേ. ചില ബിസിനസ്സുകാരുണ്ടല്ലോ, അവരുടെ സ്റ്റാഫിനെ അവരുടെ കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സുകാർ വിജയിച്ച ബിസിനസ്സുകാരായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്റ്റാഫുകളുടെ ഒരു കൂട്ടായ്മ, സഹകരണം ഒരു ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ സ്റ്റാഫിനെ കൂടെ നിർത്തുന്ന ബിസിനസ്സുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സ്റ്റാഫുകളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാർക്കും സ്റ്റാഫുകളെ ഒരു ശത്രുവിനെ പോലെ കാണാറുണ്ട്. അവരെന്തോ അടിമകളാണ്, അവരെന്തോ രണ്ടാംകിട പൗരന്മാരാണ്. അങ്ങനെ ദയവായി കാണരുത്. നിങ്ങളുടെ സ്റ്റാഫാണ് നിങ്ങളുടെ ശക്തി. അത് ശക്തിപ്പെടുത്തുക. അവർക്ക് വിശ്വാസം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ അഭിനന്ദിക്കുക, അംഗീകരിക്കുക. മൂന്നാമത്തെ കാര്യം, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല പ്രവൃത്തികൾ വരുന്ന സമയത്ത് അവരുമായി ആലോചിക്കുക. അത് അവർക്കൊരു അംഗീകാരമാണ്. അങ്ങനെയുള്ള ബിസിനസ് ഓണറിനെ അവർ ബഹുമാനിക്കും. അടുത്തൊരു കാര്യമാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത്. നിങ്ങൾ അവരുമായി തുറന്ന് സംസാരിക്കുക. അവരുമായി തുറന്ന് സംസാരിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. ആ കാര്യം നിർബന്ധം ചെയ്യുക. അടുത്തൊരു കാര്യമാണ് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. പല ആൾക്കാരും കസ്റ്റമറുമായി ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്, എന്നാൽ തൻ്റെ കൂടെയുള്ള സ്റ്റാഫിനെ ശ്രദ്ധിക്കാറേയില്ല. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങളുടെ കൂടെ അവരെപ്പോഴും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. താങ്ക് യു.